ട്രംപിനെ അമേരിക്കൻ ഭീകരർ ആക്രമിക്കും, അല്ലെങ്കിൽ ട്രംപിനെ അമേരിക്കക്കാർ തന്നെ തടവിലാക്കും. 19 രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റം അത് ഒറ്റയടിക്ക് മരവിപ്പിച്ചിരിക്കുകയാണ് ട്രംപ്. കൂടാതെ 30-ലധികം വരുന്ന രാജ്യങ്ങളിലേക്കുള്ള യാത്രാ നിരോധനമടക്കം വരുന്നുണ്ട് അതിൻ്റെ പിന്നിലായിട്ട്. ഏകദേശം 15 ലക്ഷം പേരുടെ ഭാവിയാണ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങളിലൂടെ തുലാസിലായി പോകുന്നത് എന്നുള്ളതാണ്. ദേശീയ സുരക്ഷയും പൊതുസുരക്ഷാ ഭീഷണികളും ഒക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് 19 രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റ അപേക്ഷകൾ വൈറ്റ് ഹൗസ് നിർത്തിവച്ചിരിക്കുന്നത്. രാജ്യത്തുടനീളമുള്ള പൗരത്വ വിതരണ ചടങ്ങുകൾ റദ്ദാക്കുക വരെ ചെയ്തിരിക്കുകയാണിപ്പോൾ. അപ്പോൾ ഈ മരവിപ്പിക്കൽ എന്ന് പറയപ്പെടുന്നത് ഏകദേശം 15 ലക്ഷത്തിലധികം പേരുടെ അഭയാർത്ഥി അപേക്ഷകളെയും ബൈഡൻ ഭരണകൂടത്തിൽ അഭയം ലഭിച്ച 50,000-ലധികം വരുന്ന ആളുകളെയും ഇത് ബാധിച്ചേക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. 30-ലധികം രാജ്യങ്ങളിലേക്ക് യാത്രാ നിരോധനം വ്യാപിപ്പിക്കുവാൻ ട്രംപ് ആലോചിക്കുന്നതായിട്ടുള്ള സൂചനകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. വാഷിംഗ്ടണിൽ വൈറ്റ് ഹൗസിന് സമീപം അഫ്ഗാൻ പൗരൻ നാഷണൽ ഗാർഡുകൾക്ക് നേരെ വെടിയുതിർത്ത സംഭവം, ആ സംഭവമാണ് സത്യത്തിൽ ട്രംപിന് പ്രകോപനപരമായത് എന്നുള്ളതാണ്. ആ സംഭവത്തിൽ ഒരു ദേശീയ ഗാർഡ് അംഗം കൊല്ലപ്പെടുകയും മറ്റൊരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അഫ്ഗാനിസ്ഥാൻ, മ്യാൻമാർ, ചാഡ്, റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഇക്വറ്റോറിയൽ ഗിനിയ, എറിത്രിയ, ഹെയ്ത്തി, ഇറാൻ, ലിബിയ, സൊമാലിയ, സുഡാൻ, യമൻ എന്നീ രാജ്യങ്ങളിലെ പൗരന്മാർക്കാണ് കുടിയേറ്റ നിരോധനം ഇപ്പോൾ ബാധകമാക്കിയത്. കൂടാതെ ബുറുണ്ടി, ക്യൂബ, ലാവോസ്, സിയറ ലിയോൺ, ടോഗോ, തുർക്ക്മെനിസ്ഥാൻ, കൂടാതെ വെനിസ്വേല എന്നിവിടങ്ങളിൽ നിന്നുള്ളവർക്ക് നിയന്ത്രിതമായിട്ടുള്ള പ്രവേശനമാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ വേണ്ടത്ര പരിശോധന ഇല്ലാതെ കുടിയേറ്റക്കാരെ രാജ്യത്തേക്ക് കടത്തിവിട്ടതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് ട്രംപിന്റെ ആരോപണം. എല്ലാ 3-4 ലോക രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റം സ്ഥിരമായിട്ട് നിർത്തുമെന്ന് ട്രംപ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിലൂടെ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ്. വിദേശികൾക്കുള്ള എല്ലാ ഫെഡറൽ ആനുകൂല്യങ്ങളും അവസാനിപ്പിക്കുമെന്നും സുരക്ഷാ ഭീഷണിയുള്ളവരെയും പാശ്ചാത്യ സംസ്കാരവുമായിട്ട് പൊരുത്തപ്പെടാത്തവരെയും നാടുകടത്തുമെന്നാണ് ഇപ്പോൾ ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. കൊലയാളികളെയും രാജ്യത്തിന്റെ പണം ഊറ്റിക്കുടിക്കുന്നവരെയും ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുന്നവരെയും അത്തരത്തിൽ അയക്കുന്ന രാജ്യങ്ങൾക്ക് പൂർണ്ണ യാത്രാ നിരോധനം ഏർപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ സ്റ്റേറ്റ് സെക്രട്ടറിയായിട്ടുള്ള ക്രിസ്റ്റി നോം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെതിരെ കോടതിയെ സമീപിക്കുമെന്ന് കുടിയേറ്റ കാര്യങ്ങൾ നോക്കുന്ന അഭിഭാഷകർ അടക്കം പറഞ്ഞിട്ടുണ്ട്. ഇത് അടിസ്ഥാനപരമായിട്ട് ആളുകളെ അവരുടെ ദേശീയതയുടെ അടിസ്ഥാനത്തിൽ ലക്ഷ്യമിടുന്നതാണ് എന്നാണ് അഭിഭാഷകരൊക്കെ അഭിപ്രായപ്പെടുന്നത്. പൗരത്വം നേടുന്ന വ്യക്തികൾ മികച്ചവരിൽ മികച്ചത് ആകണമെന്ന്, അല്ലെങ്കിൽ അത്തരത്തിൽ മികച്ചവരിൽ മികച്ചവർ ആണെന്ന് ഉറപ്പാക്കാൻ ട്രംപ് ഭരണകൂടം എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട് എന്നും പൗരത്വം ഒരു പ്രത്യേക അവകാശമാണ് എന്നും രാജ്യത്തിന്റെ ഭാവി എന്ന് പറയപ്പെടുന്നത് അപകടത്തിലായിരിക്കുമ്പോൾ ആ രാജ്യത്തുള്ളവർ എന്ന് പറയപ്പെടുന്നവർ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നാണ് US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് വക്താക്കൾ അറിയിക്കുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ മെമ്മോ അനുസരിച്ചിട്ട് US-ലേക്ക് കുടിയേറാൻ ശ്രമിക്കുന്ന എല്ലാവരെയും വീണ്ടും കർശനമായിട്ട് പരിശോധനയ്ക്ക് വിധേയമാക്കും. അപ്പോൾ ഈ പുതിയ നയം പ്രകാരം ഈ രാജ്യങ്ങളിൽ നിന്നുള്ള എല്ലാ കുടിയേറ്റക്കാരും ഒരു വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് വിധേയമാകേണ്ടി വരും. ആവശ്യമെങ്കിൽ അവരുമായിട്ട് ഇന്റർവ്യൂസ് ഉണ്ടാകും, അല്ലെങ്കിൽ അഭിമുഖങ്ങൾ ഉണ്ടാകും. പ്രവേശനത്തിന് അയോഗ്യ എന്നതിന്റെ വിശാലമായിട്ടുള്ള നിർവചനം ഉപയോഗിച്ച് അപേക്ഷകരെ തടയുവാനും അതുകൂടി DHSന് അനുമതി നൽകുകയാണ്. അപ്പോൾ വൈറ്റ് ഹൗസിന് അടുത്തായിട്ട് നടന്ന ഭീകരാക്രമണം, ആ ഭീകരാക്രമണമൊക്കെ ഒരു വലിയ പ്രതിസന്ധി അമേരിക്കയ്ക്ക് ഉണ്ടാക്കി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത്തരത്തിലുള്ള ഭീകരാക്രമണങ്ങൾ ചെറുത്തു തോൽപ്പിക്കേണ്ടതാണ് എന്നുള്ളത് കൊണ്ടാണ് വലിയ കടുത്ത നടപടികളിലേക്ക് അമേരിക്ക പോകുന്നതും ട്രംപ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ചില തീരുമാനങ്ങൾ എടുക്കുന്നതും. അപ്പോൾ ഈ ആക്രമണത്തിൽ അഫ്ഗാൻ പൗരനായിട്ടുള്ള റഹ്മാൻ ഉള്ള ലഖൻവാൾ അറസ്റ്റിലായിരുന്നു. ഇയാളൊരു നാഷണൽ ഗാർഡ് അംഗത്തെ കൊലപ്പെടുത്തുകയും മറ്റൊരാൾക്ക് പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള പ്രവൃത്തികളാണ് നടത്തിയത്. കൂടാതെ ഈ ആക്രമണത്തിൽ 20 വയസ്സുള്ള സാറ ബെക്സ്ട്രോം കൊല്ലപ്പെടുകയും 24 വയസ്സുള്ള ആൻഡ്രൂ വോൾഫ് ഗുരുതരാവസ്ഥയിൽ തുടരുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് അമേരിക്കയിൽ നിലവിലുള്ളത്. അമേരിക്കയിൽ നിലവിലുള്ള ഈ സാഹചര്യത്തെ എങ്ങനെ മറികടക്കാം, ഇനി എങ്ങനെ ഭീകരവാദത്തിൽ നിന്ന് ജനങ്ങളെ തിരിച്ചു കൊണ്ടുവരാം എന്നൊരു ശ്രമം ആയിരുന്നു ഇതിനകത്ത് നടത്തേണ്ടിയിരുന്നത് എന്നതാണ്. അപ്പോൾ ഇവിടെ അഫ്ഗാനിസ്ഥാനിൽ CIA പിന്തുണയുള്ള 0 യൂണിറ്റിലെ സഖ്യകക്ഷിയായി പ്രവർത്തിച്ചിരുന്ന ലഖൻവാൾ 2021 സൈനിക പിന്മാറ്റ സമയത്താണ് US-ലെത്തിയതും. എന്നാൽ ഈ വർഷം ഏപ്രിലാണ് ഇയാൾക്ക് അവിടെ അഭയം അനുവദിച്ചത്. എന്നാൽ അഭയം കിട്ടിയവരെല്ലാവരും ഭീകരവാദികളാണ് എന്നുള്ളതല്ല, പക്ഷെ അഭയം നൽകപ്പെടുന്നവരിൽ ഇത്തരത്തിലുള്ള ഭീകരവാദികൾ ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ടത് ഒരു രാജ്യത്തിന്റെ ഉത്തരവാദിത്തമാണ്.
പക്ഷേ ട്രംപ് ചെയ്യുന്ന പല പരിധികളോടും ഈ ഈ തരത്തിലുള്ള സമീപനങ്ങളോടും പുതിയ നിയമങ്ങളോടൊന്നും അമേരിക്കക്കാർക്ക് പോലും കൂടുതൽ ഇടപഴകാൻ കഴിയുന്നില്ല, ഉദാര മനസ്കത കാണിക്കാൻ കഴിയുന്നില്ല. അമേരിക്കക്കാർ പോലും വെറുത്തു പോകുന്ന തരത്തിലുള്ള നടപടികളാണ് ട്രംപ് അവിടെ അനുവർത്തിച്ചു വരുന്നത്. ആ നടപടികളോട് പൂർണ്ണമായിട്ട് സഹകരിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ട്രംപിനെ വഴിയിൽ തടയുകയോ ഇംപീച്ച് ചെയ്യുകയോ തൂക്കി പുറത്താക്കുകയോ ചെയ്യുന്ന ഒരു സമീപനത്തിലേക്ക് അമേരിക്കൻ ജനത മാറുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അമേരിക്കക്കാർ പൂർണ്ണമായിട്ടും ഇപ്പോൾ ഇതിൽ നിന്ന് മാറി അല്ലെങ്കിൽ മറ്റൊരു സിസ്റ്റത്തിലേക്ക് പോകുമെന്നല്ല, പക്ഷെ അവിടുത്തെ ജനാധിപത്യത്തെ ഈ തരത്തിൽ അവരുടെ ഏകാധിപത്യ രീതിയിലേക്ക് കൊണ്ടുപോകുന്നതിനെ അമേരിക്കക്കാർ ഇഷ്ടപ്പെടുന്നില്ല. ട്രംപിന്റെ ഏകാധിപത്യ പ്രവണതയെ അല്ലെങ്കിൽ ഭരണ സ്വാധീനമില്ലായ്മയെ അല്ലെങ്കിൽ ഭരിക്കാൻ കഴിവില്ലാത്ത ആ കഴിവില്ലായ്മയെ അംഗീകരിക്കുവാൻ ഒരിക്കലും അമേരിക്കക്കാർ തയ്യാറാകുന്നില്ല. കാരണം അമേരിക്കയുടെ ഈ ഇത്തരത്തിലുള്ള ചില തീരുമാനങ്ങൾ, മണ്ടൻ തീരുമാനങ്ങൾ, ട്രംപിന്റെ തീരുമാനങ്ങൾ എന്ന് പറയപ്പെടുന്നത് അമേരിക്കയെ അക്ഷരാർത്ഥത്തിൽ വല്ലാത്ത രീതിയിലേക്ക് ബാധിച്ചിട്ടുണ്ട്. അത് ഈ കുറച്ചു മുൻപ് നിരക്ക് വർധന ആയിട്ട് ബന്ധപ്പെട്ട്, ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളിലും അവിടുത്തെ ഈ ജനങ്ങളുടെ തൊഴിൽ സമയത്തിന്റെ മികവിനെ കുറിച്ചും ഒപ്പം തന്നെ ഇപ്പോൾ ഈ കൊണ്ടുവരുന്ന കുടിയേറ്റ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളുമൊക്കെ അമേരിക്കക്കാരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നുണ്ട്. മാത്രമല്ല അമേരിക്കക്കാരെ അക്ഷരാർത്ഥത്തിൽ വെള്ളം കുടിപ്പിക്കുന്ന പദ്ധതികളും നയങ്ങളും സമീപനങ്ങളും നിയമങ്ങളുമാണ് മാറ്റിമറിക്കുവാൻ ട്രംപ് ശ്രമിക്കുന്നത്. പക്ഷെ ആ ശ്രമങ്ങളോട് അമേരിക്കക്കാർക്ക് അടക്കം ഒരു തരത്തിലും യോജിക്കാൻ കഴിയുന്നില്ല എന്നുള്ളിടത്താണ് ട്രംപിനെ അമേരിക്കക്കാർ തടവിലാക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് പോകുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. മാത്രമല്ല ട്രംപിനെ ഈ പറഞ്ഞ ട്രംപുമായിട്ട് ബന്ധപ്പെട്ട അമേരിക്കയിലെ ഭീകരാക്രമണങ്ങൾ എന്ന് പറയപ്പെടുന്നത് ട്രംപ് സ്വീകരിക്കുന്ന നടപടികളോട് ഭീകരർക്ക് അടക്കം അത്തരത്തിലൊരു ഏതെങ്കിലും തരത്തിലുള്ള വിയോജിപ്പുകളുണ്ട്. ഇനി ഭീകരരെ വാഴാൻ അനുവദിക്കുന്ന തരത്തിലേക്ക് അമേരിക്ക ആയിപ്പോകരുത്, അമേരിക്ക എന്ന ഒരു രാജ്യവും ആയിപ്പോരുത്. അങ്ങനെ ഭീകരരില്ലാത്ത ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കുവാൻ ട്രംപിന് കഴിയണം. പക്ഷെ ഇവിടെ ട്രംപ് അമേരിക്കയിൽ സ്വീകരിക്കുന്ന നടപടികൾ എന്ന് പറയപ്പെടുന്നത് അമേരിക്കക്കാർക്ക് പോലും മനസ്സിലാകാത്ത അല്ലെങ്കിൽ അമേരിക്കക്കാർക്ക് പോലും വേണ്ടാത്ത നടപടികളാണ്. അതിനോട് പക്ഷേ അമേരിക്കക്കാർ ഒരിക്കലും യോജിക്കില്ല. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ അവസാന നാളുകൾ, അതായത് ട്രംപിന്റെ പ്രസിഡന്റ് പദവിയിലുള്ള അവസാന നാളുകളാണ് ഇത് എന്ന് പറയേണ്ടിയിരിക്കുന്നത്.